കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 39-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മാർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും, ഇത് 4-ാം ദിവസമാണ്. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഉണ്ടാകട്ടെ എന്ന ഒരു വാക്കിനാൽ സകലതും സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം സംഭവിപ്പിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് യേശു പറഞ്ഞു, ആ കല്ല് എടുത്തു മാറ്റുവിൻ. നമ്മിലെ പാപമാകുന്ന അഹങ്കാരത്തിന്റെ കല്ലുകളെ മാറ്റുവാൻ, അസൂയയുടെയും പരദൂഷണത്തിന്റെയും കല്ലുകളെ മാറ്റുവാൻ, വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും കല്ലുകളെ മാറ്റുവാൻ, പാപ സാഹചര്യങ്ങളുടെ കല്ല് മാറ്റുവാൻ ആഗ്രഹിച്ചുകൊണ്ട് യേശു പറയുകയാണ്, ദൈവഹിതത്തിന് നിരക്കാത്ത ആ കല്ലുകളെ എടുത്ത് മാറ്റുവിൻ. സ്നേഹമുള്ളവരെ, നമ്മൾ പലരുടെയും ജീവിതത്തിൽ ദുർഗന്ധം വമിപ്പിക്കുന്ന പഴയതും പുതിയതുമായ പാപ സാഹചര്യങ്ങളും പാപങ്ങളും ഉണ്ടാകാം. എന്നാൽ യേശു പറയുന്നത്, നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് രക്ഷ പ്രാപിക്കുവാൻ ശ്രമിക്കുക. നിന്റെ പാപം കടും ചുവപ്പാണെങ്കിൽ ഞാൻ അതിനെ തൂമഞ്ഞ പോലെ വെണ്മയുള്ളതാക്കി തീർക്കാം. സ്നേഹമുള്ളവരെ, നമ്മിൽ ഒരു പുതിയ മനുഷ്യനുണ്ട്. പുതുക്കം പ്രാപിച്ച ആ നല്ല മനുഷ്യനെ പുറത്തു കൊണ്ടുവരുവാൻ നാം ശ്രമിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവാരൂപിയിൽ ജീവിക്കുവാൻ, ദൈവമഹത്വം ദർശിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിൽ നാം അടിയുറച്ച് വിശ്വസിക്കണം. മാർത്തായോട് യേശു പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവ മഹത്വം കാണും. സ്നേഹമുള്ളവരെ, ഇന്ന് നാമും പാപ സാഹചര്യങ്ങളെ മാറ്റുവാൻ ശ്രമിച്ചുകൊണ്ട് പാപത്തെ ഉപേക്ഷിച്ച് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം കാണും. ദൈവമഹത്വം നമുക്ക് ദർശിക്കാം. പെറ്റമ്മയേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലെ അസാധ്യങ്ങളെ അവിടുന്ന് സാധ്യമാക്കും. കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. നമ്മുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റുപറയാം. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിന് ഞാനിതാ നന്ദി പറയുന്നു. അങ്ങേ ഞാൻ പാടി സ്തുതിക്കുന്നു എൻ്റെ യേശു. സ്നേഹിക്കും നല്ലൊരു നാഥനേ, ഓ എൻ്റെ യേശുവേ, ക്രൂശിന്മേലെനിക്കായി തൻ ജീവനെ തന്ന പൊന്നേശു തമ്പുരാനേ. ആമേൻ. ക്രൂശിലെ സ്നേഹത്തെ വർണ്ണിപ്പാൻ എനിക്ക് എന്നാവ് പോരായേ. നന്ദി ചൊല്ലിടാൻ, പാടി സ്തുതിപ്പാൻ ആയിരം നാവ് പോരായേ. നന്ദി ചൊല്ലിടാൻ, പാടി സ്തുതിപ്പാൻ ആയിരം നാവ് പോരായേ. എൻ്റെ കർത്താവായ യേശു, എൻ്റെ ബന്ധുമിത്രാദികളെക്കാൾ ഏറെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നല്ല ഈശോയെ, എൻ്റെ കഷ്ടതയിലും കണ്ണുനീരിലും എന്നെ കൈപിടിച്ച് നടത്തുന്ന അങ്ങയുടെ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ അവസ്ഥയിൽ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം.
ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ എൻ്റെ യേശുവേ, അങ്ങയോട് പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിക്കണമേ. ഇന്ന് അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഓ എൻ്റെ യേശുവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉടയവരേക്കാൾ ആഴമാർന്ന സ്നേഹം എൻ്റെ കഷ്ടതയിലും കണ്ണുനീരിലും കൈപിടിച്ചു നടത്തും സ്നേഹം. ആമേൻ. ക്രൂശിലെ സ്നേഹത്തെ ഞാൻ തിരിച്ചറിയുന്നപ്പാ. ക്രൂശിലെ സ്നേഹത്തെ വർണ്ണിപ്പാനെനിക്ക് എന്നാവ് പോരായി. ഓ എൻ്റെ യേശുവേ, ക്രൂശിലെ സ്നേഹത്തെ വർണ്ണിപ്പാനെനിക്ക് എന്നാവ് പോരായി. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. നന്ദി ചൊല്ലിടാൻ ആടി സ്തുതിപ്പാൻ ആയിരം നാവ് പോരായി. നന്ദി ചൊല്ലിടാൻ പാടി സ്തുതിപ്പാൻ ആയിരം നാവ് പോരായി. കർത്താവേ, എല്ലാറ്റിനുമുപരി കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കളങ്കമില്ലാത്ത അവിടുത്തെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഓ യേശുവേ, ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങളെ ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം കടന്നു വരട്ടെ. പരമായി പേർ ചൊല്ലി വിളിച്ചു യേശുവിൻ ആർദ്ര സ്നേഹം. ഹല്ലേലൂയ. നിത്യതയോളം നിത്യമായി സ്നേഹിച്ച് അവകാശിയാക്കും സ്നേഹം. കൂട്ടുകാരിൽ പരമായി പേർ ചൊല്ലി വിളിച്ചു യേശുവിൻ ആർദ്ര സ്നേഹം. നിത്യതയോളം നിത്യമായി സ്നേഹിച്ച് അവകാശിയാക്കും സ്നേഹം. ഓ എൻ്റെ യേശുവേ, ക്രൂശിലെ സ്നേഹത്തെ വർണ്ണിപ്പാനെനിക്ക് എന്നാവ് പോരായി. ക്രൂശിലെ സ്നേഹത്തെ വർണ്ണിപ്പാനെനിക്ക് എന്നാവ് പോരായി. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. നന്ദി ചൊല്ലിടാൻ ആടി സ്തുതിപ്പാൻ ആയിരം നാവ് പോരായി. യേശുവേ, നന്ദി ചൊല്ലിടാൻ പാടി സ്തുതിപ്പാൻ ആയിരം നാവ് പോരായി. ഇന്ന് കർത്താവായ യേശുവിൻ്റെ കരുതലും സ്നേഹവും ഇന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുന്ന സകലരിലും ഉണ്ടായിരിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.